താരപ്പകിട്ട് പവേർഡ് ബൈ ഗൾഫ് ഗേറ്റ്സ്. ഇതിഹാസ എന്ന തൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഈ ആഴ്ച ഷൈൻ ടോം. ഹലോ ഷൈൻ. കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ആ ഗദ്ദാമ കഴിഞ്ഞ് മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു കാലമാണ് എനിക്ക് ഓർമ്മ സമയത്ത്. അതെ അതെ. അന്ന് ഞാനൊരു മ്യൂസിക് അവാർഡ്സുമായിട്ട് ആഷിഖിനെ കാണാൻ വന്ന് ഞങ്ങൾ സംസാരിച്ചു. ജൂറി ആയിട്ടുണ്ടായിരുന്ന സമയത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പോഴത്തെ ഒരു ഷൈനേ ഇല്ല കേട്ടോ. കാര്യം അന്ന് ഷൈൻ മെലിഞ്ഞ് ശരിക്കും സോമാലിയെന്ന് ഇറങ്ങിയൊരു ഷൈനായിരുന്നു അന്ന്. അതൊരു 6 വർഷമായിട്ടുണ്ടായിരിക്കാം. 2009 അതെ അതെ, ഒരു 5 വർഷമൊക്കെ മുമ്പ്. അപ്പൊ ഒരു സോമാലിയെന്ന് ഇറങ്ങിയ ഷൈൻ. ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ കേരളത്തിലെ സ്വന്തം ഷൈൻ. 6 വർഷം 5 വർഷം കൊണ്ടൊക്കെ ഒരാൾ തടി വെക്കും. പിന്നെ മുടി അന്നുണ്ടായിരുന്നു. അന്ന് ഗദ്ദാമയിലെ ക്യാരക്ടർ ഭയങ്കര ട്രഡ്ജൊക്കെ ഉള്ള നിറയെ ഇങ്ങനെ കട്ട പിടിച്ച ജട പിടിച്ച് താടിയായിട്ട്. സത്യം. ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമൽ സർ എന്ന് പറയുന്ന ഒരുപാട് ഡയറക്ടേഴ്സിനെ മലയാളത്തിലോട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ സാറിൻ്റെ അസിസ്റ്റൻ്റായി വന്ന് കയറി നമുക്ക് ദിലീപ്, നമുക്കൊക്കെ ഓർക്കുന്ന ആ ഒരു വഴി. വീണ്ടും ഒരു ആക്ടർ. എന്തായിരുന്നു ആ ഒരു ഇങ്ങനെ വരണം എന്നൊരു തോന്നൽ? വരണം എന്നുള്ള തോന്നൽ ചെറുപ്പം മുതലേ ഉണ്ട് സിനിമ. അത് പ്രത്യേകിച്ച് ആക്ടേഴ്സിനോടാണ് നമുക്ക് ആദ്യം ഇഷ്ടം തോന്നുന്നത്. കാര്യം പെട്ടെന്ന് അറ്റൻഷൻ അവർക്കല്ലേ. അല്ല, സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ആക്ടേഴ്സിനെയാണല്ലോ സ്ക്രീനിൽ കാണുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്ടറിനെയോ ബിഹൈൻഡ് ദ ക്യാമറ ആരെ കൊണ്ട് നമ്മൾ അറിയുന്നില്ല. ആദ്യമേ അറിയുന്നില്ല. പിന്നെ കുറച്ച് പഠിക്കുമ്പോഴാണ് അത് അറിയുന്നത്. പിന്നെ ഇന്റർവ്യൂസ് കാണുമ്പോൾ, പുസ്തകങ്ങളിലെ അവരുടെ ഇതൊക്കെ വായിക്കുമ്പോഴാണ് അറിയണത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പിന്നെ താരമാവാൻ നമുക്ക് പെട്ടെന്ന് ഇഷ്ടമാണെങ്കിൽ അത് ആവുക എന്ന് പറയുന്നത് നമ്മൾക്ക് ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സാധാരണ വീട്ടിൽ അല്ലെങ്കിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആദ്യം മുതൽ ഫിലിമിൽ വരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം എൻ്റെ വീട്ടിനടുത്തായിരുന്നു, അയൽവാസിയായിരുന്നു കമൽ സാർ. ഓ, അപ്പം കൊടുങ്ങല്ലൂരാണോ വീട്? അല്ലല്ല, സാറ് പൊന്നാനിയിൽ താമസിച്ചിരുന്നു. പൊന്നാനി എന്ന് പറയുന്നത് കടലോര പ്രദേശമാണ്. അറിയാം, എനിക്കറിയാം. ചാവക്കാടിൻ്റെ ഒക്കെ അപ്പുറം മലപ്പുറം ജില്ലയിൽ. അവിടെയായിരുന്നു സാറ് ആദ്യം, അതായത് തുടക്കത്തിൽ ഉണ്ണികളെ ഒരു കഥ പറയാം, മിഴുനീർ പൂക്കളൊക്കെ ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ വൈഫ് അവിടെയാണ് വർക്ക് ചെയ്തിരുന്നു, MES കോളേജിൽ. അപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും അവിടെയായിരുന്നു, പൊന്നാനിയിലായിരുന്നു. ഡാഡിക്ക് അവിടെ ബിസിനസ്, മമ്മി അവിടെ സ്കൂളിലെ ടീച്ചർ. അപ്പോൾ രണ്ട് ഫാമിലിയും പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഫാമിലിയാണ്, ആ നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാനുള്ള സാധ്യതകൾ കൂടുന്നു. പിന്നെ അവർ ഒരേ ഏജിലുള്ളവരാണ്, കപ്പിൾസ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ സാറിൻ്റെ മകൻ ജനുസ്, ഞങ്ങൾ ഒരേ ഏജാണ്, ആദ്യത്തെ ആൺകുട്ടി. അപ്പോൾ ആ ഫാമിലി പെട്ടെന്ന് അടുത്തു. പിന്നെ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആദ്യമൊക്കെ പടം കണ്ടിരുന്നത് സാറിൻ്റെ വീട്ടിൽ നിന്നാണ്, VCR പടം. സാറിന് അന്ന് VCR ഉണ്ടായിരുന്നു വീട്ടിൽ. ചെറിയ ചെറിയ ഓർമ്മകളാണ് ഇതൊക്കെ. പക്ഷേ തിരിച്ച് കമൽ സാറിൻ്റെ സിനിമയിലോട്ട് വരുന്നു, ഇത്രയും ബോൾഡ് ഉണ്ട്, ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് എന്തുകൊണ്ടാണ്? അപ്പം കാര്യം മനസ്സിലാഗ്രഹം ആക്ടറാണെന്ന് പറഞ്ഞു. ആക്ടർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ നമ്മൾ വലുതാവും തോറും നമ്മൾ റിയാലിറ്റി തിരിച്ചറിയാന്ന് പറയില്ലേ, ഫിലിമിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് പിന്നെയുള്ളത്. ഫിലിമിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയും എത്തിപ്പെടാം. അതിലേക്ക് എത്തിപ്പെടാനാണല്ലോ നമുക്ക് പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അതിലേക്കാണല്ലോ എത്തിപ്പെടേണ്ടത്. അപ്പോൾ ഫിലിമിലേക്ക് എത്താനുള്ള വഴിയായിരുന്നു കമൽ സാറിൻ്റെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എല്ലാവരും പറയുന്നതിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എപ്പോഴും നമ്മൾ എടുത്തു പറയും പടത്തിൻ്റെ. എല്ലാവർക്കും ഓരോ കഥകളിൽ ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായി കുറേ കഷ്ടപ്പെട്ടു, സിനിമ പഠിക്കാനായിട്ട് മദ്രാസിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അതിലേക്കുള്ള വഴി എന്നാണ് എനിക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിയൊരു സാധനം. അപ്പോൾ അതിൽ പിടിച്ചിട്ടാണ് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറിലേക്ക് കയറിയത്.
പിന്നെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു വർക്ക് ഏതാ? ഡയറക്ഷൻ ആണോ അതോ ആക്ടിങ് ആണോ? പാഷൻ അത് ആദ്യമേ ഉണ്ടായതാണ്. ആദ്യമേ ഉണ്ടായതായിരിക്കും എപ്പോഴും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ അതിനോടുള്ള അത് പാഷനായിരിക്കും കൂടുതലാണ്. കാര്യം ഒരുപാട് അലച്ചിലും പഠിച്ച് കഷ്ടപ്പെട്ട് അല്ല, അത് നമ്മൾ ഡയറക്ടർ ആവണമെന്ന് വിചാരിച്ചിട്ട് അത് ആഗ്രഹം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഈ ആക്ട് ചെയ്യണം എന്നുള്ള ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായതുപോലെ ഡയറക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിലേ ഉണ്ടാവുകയാണെങ്കിലായിരിക്കും അത് കൂടുതൽ ഈസി. അപ്പോൾ ഇതൊന്നും ഒരു ജോബായിരിക്കും. കാര്യം അത് നമ്മൾ ടെക്നിക്കൽ സൈഡ് ആയിരിക്കും അപ്പോൾ ആദ്യം പഠിക്കുക. അങ്ങനെയുള്ളവരൊക്കെ ചെറുപ്പത്തിലേ അവർക്ക് ചിലപ്പോൾ അതായിരിക്കും ചെറുപ്പത്തിലേ അവർ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെങ്ങനെയാണ് ചെയ്യണത്? ഇപ്പോൾ ആഷിഖൊക്കെ പറയാനായിട്ടുണ്ട്. ആഷിഖ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വരുന്നതിന് മുന്നേ ആദ്യത്തെ ക്യാമ്പസ് ഫിലിം ആഷിഖാണ് ചെയ്തിട്ടുള്ളത്, മഹാരാജസിലെ. അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകുന്നതിന് മുന്നേ പുള്ളി ആഡുകൾ ചെയ്യാറുണ്ട്, ഇങ്ങനത്തെ ഷോർട്ട് ഫിലിം ചെയ്ത്. അപ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ ഉള്ള ടാലൻ്റ് ആയിരിക്കും. ഞാൻ 10 വർഷം വർക്ക് ചെയ്തിട്ട് ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം നമ്മളത് ഒരു പ്രൊഫഷണൽ അത് പഠിച്ചു. പക്ഷേ കാരണം ഒരു മൂവിനെ പറ്റി എല്ലാ തരത്തിലും മനസ്സിലാക്കാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി എനിക്ക് തോന്നുന്നു കമൽ സാറിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നില്ലേ ആഷിഖ്? ഇപ്പം നല്ല ഫിലിം മേക്കറായി, ഒത്തിരി സിനിമകൾ ചെയ്തു. അതുപോലെ തന്നെ സുഗീത് ഓർഡിനറി അല്ലേ? അതിനു മുന്നേ ഞങ്ങൾ വരുന്ന സമയത്ത് ലാലു ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ അക്കു അക്ബർ, ജോസേട്ടൻ, അങ്ങനെ നമ്മൾ കേൾക്കുന്നതൊക്കെ സാറിൻ്റെ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ഒരു വഴി എന്ന് പറയുന്നത് കമൽ സാറാണെന്ന് തോന്നി. പിന്നെ സാറിൻ്റെ പടങ്ങളാണെങ്കിലും ഫാമിലികളുടെ ഇടയിൽ ഭയങ്കര ഒരു സ്ഥാനമാണ് കമൽ സാറിൻ്റെ പടങ്ങൾക്ക്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ടുള്ളൊരു അടുപ്പം എല്ലാവർക്കും ഉണ്ട് സാറിൻ്റെ സെറ്റ്. ഗദ്ദാമ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സിനിമയിലോട്ട് വരാം എങ്ങനെയായിരുന്നു ആ ഒരു ഗദ്ദാമ കഴിഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്തു? ഗദ്ദാമ കഴിഞ്ഞിട്ട് സംഭവം ഇപ്പം ഈ പറഞ്ഞ പോലെ അന്ന് എൻ്റെ ലുക്കും കാര്യങ്ങളും ഈ മുടിയും തടിയൊക്കെ ആയ കാരണം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് 1-2 പേര് പിന്നെ വിളിച്ചു, മുടിയുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ അതേപോലത്തെ ക്യാരക്ടർ. പക്ഷേ അത് എന്തുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ആ മുടി വെട്ടി. അപ്പോൾ അത് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അത് മുടി വെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ലുക്ക് പോയി. അപ്പോൾ ആ മുടി കാരനാണ് വേറെ 2-3 ക്യാരക്ടേഴ്സ് വന്നത്. മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ആ ലുക്കേ ഇല്ല. അപ്പോൾ പിന്നെ ആ ലുക്കിന്ന് അന്ന് കണ്ട ലുക്കിന്ന് പിന്നെ ചേഞ്ച് ആവാൻ കുറച്ച് ടൈം എടുത്തു. ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്തോ ഈശ്വര? ഞാൻ എന്ന് വെച്ചാൽ അസിസ്റ്റൻ്റായി, അതും വിട്ടു ഇതിലോട്ട് വന്നു, ഇനി ഇവിടെ എത്തിപ്പിടിക്കാൻ അങ്ങനത്തെ ഒരു അത് ഗദ്ദാമയ്ക്ക് ശേഷം ഞാൻ വർക്ക് ചെയ്തിരുന്നു ആഷിഖിൻ്റെ കൂടെ. സോൾട്ട് ആൻഡ് പെപ്പർ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഡാഡി കൂൾ അതിന് മുമ്പ് വർക്ക് ചെയ്തു. ഡാഡി കൂള് കഴിഞ്ഞിട്ടാണ് ഗദ്ദാമ ചെയ്യുന്നത്. ചാപ്പകുരിശ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ കളഞ്ഞ് നോർമലായി. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്നേ റസൂലും വരുന്നത്. വളരെ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ അല്ലേ? അന്ന് ഫഹദ് ചാപ്പകുരിശ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ രാജീവേട്ടൻ ഇങ്ങനെ 2 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ ഫഹദ് അന്ന് രാജീവേട്ടൻ്റെ അടുത്ത് എൻ്റെയും സൗബിൻ്റെയും കാര്യം, സൗബിനാണ് കോളിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെയുള്ള 2 കൂട്ടുകാരെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി റിയൽ ആയിരിക്കും. അങ്ങനെ രാജീവേട്ടനെ വിളിപ്പിക്കുകയും അപ്പോൾ അബു എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തതായിരിക്കും. അങ്ങനെയാണ് അന്നേ റസൂലിൽ ചെയ്യുന്നത്. ആസ് എ യങ്സ്റ്റർ നമ്മളിപ്പം ഒരു ജോലി കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരിടത്തോട്ട് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ട വീട്ടിൽ പേരൻസിൻ്റെ അടുത്താണ്. പേരൻസിന് എന്നും നമ്മളെക്കുറിച്ച് അംബീഷ്യസ് ആണ്. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി തിരിച്ച് അഭിനയത്തിലോട്ട് വന്നു, ആ ഗദ്ദാമ കഴിഞ്ഞു, ആ ലുക്ക് പോയി. ആ സമയങ്ങളിൽ അമ്മയച്ഛനൊക്കെ എത്രത്തോളം എങ്ങനെയായിരുന്നു അമ്മയച്ഛനൊക്കെ അവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയനിപ്പോൾ പടത്തിൽ വരാൻ താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും എന്നാൽ നീ പടത്തിലേക്ക് വരാൻ വേണ്ടി വിളിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ആർക്കും ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അതൊക്കെ സംഭവിക്കണതാണ്. അപ്പോൾ ഒരു അച്ഛനും അമ്മയും ഒരു മക്കളെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് പറഞ്ഞയക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊരു മകനോ അല്ലെങ്കിൽ മകളുണ്ടാകുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റില്ല. സിനിമയിലേക്ക് പോകാമെന്ന് പറയുമ്പോഴേ
അല്ല ഞാൻ അങ്ങനെയല്ല, ഈ ജോലി എന്തായി, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ എന്തായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ ഇൻഡസ്ട്രിയിലോട്ടാണ് പോകണമെന്ന്. അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അച്ഛനോടും അമ്മോടും എൻ്റെ ഇതാണ് എൻ്റെ ഫീൽഡ്, ഇതാണ് എൻ്റെ ചോയ്സ്? അത് അവരുടെ സപ്പോർട്ട് വഴിയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മമ്മിയാണ് പറയുന്നത്, എന്നാൽ സാറിനെ പരിചയമുണ്ടല്ലോ, അതുവരെയുള്ള നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ സ്കൂളിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് അതിനോടാണ് കൂടുതൽ, ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ലേ, അതിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അവർക്കത് നേരത്തെ മനസ്സിലായത് കൊണ്ടായിരിക്കണം അവർ, അപ്പോൾ ഇങ്ങനെ ഒരാളുള്ളത് കൊണ്ട്, അമൽ സാറായതുകൊണ്ടും വിശ്വാസം കൂടും. പിന്നെ പറഞ്ഞു വയ്ക്കാമല്ലോ, പരിചയമുള്ള ഒരാളുണ്ടല്ലോ, അപ്പോൾ ചെന്ന് ചോദിക്കുക എന്താണ് പറയണേന്നറിയാം. അപ്പോൾ ഞാൻ +2 പരീക്ഷയുടെ മുന്നേ തന്നെ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, സാറേ എനിക്കിങ്ങനെ അസിസ്റ്റൻ്റ് ആവാൻ. അപ്പോൾ സാറ് നിനക്ക് പരീക്ഷയില്ലേ ഇപ്പോൾ അടുത്ത ആഴ്ച? പിന്നെ പറഞ്ഞു ഉണ്ട്. അല്ല പരീക്ഷയൊക്കെ എഴുതിയിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. സാറിൻ്റെ മോനും അതേ പ്രായമാണ്, അപ്പോൾ സാറിനെ അറിയാം പരീക്ഷ നടക്കുന്ന സമയമാണ്. അന്ന് ഗ്രാംഫോണിൻ്റെ ഷൂട്ടിംഗ് നടക്കുക എറണാകുളത്ത്. ഞാൻ അന്ന് എറണാകുളത്തേക്കാണ് സാറിനെ കാണാൻ പോയി, ഗോകുലം പാർക്കിൽ. അത് വീട്ടുകാരെ സപ്പോർട്ട് കാരണം തന്നെയാണ്, അല്ലാതെ ഒരു തരത്തിലും നമ്മൾ എത്തിപ്പെടില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് പറഞ്ഞിട്ടാണ്, ഒരു ജോലി ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ 10 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു സുപ്രഭാതത്തിൽ അഭിനയിക്കാൻ പോയി, പിന്നെ അഭിനയിക്കാൻ ഇറങ്ങിയാലും അടുത്ത പടം എന്ന് പറയുന്നത് നമ്മളൊരു പടം ചെയ്തുകൊണ്ട് അടുത്ത പടം കിട്ടുന്നില്ല. ഇതിന്നൊരു വഴിയൊന്നുമില്ലല്ലോ, ഒന്നും ഷോർട്ട്കട്ട് നമുക്ക് വരുമ്പോഴേ ഉള്ളൂ. വീട്ടിലെ മൂത്ത മകൻ, അച്ഛനും അമ്മയും അവരും അവരുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അവരുടെ ജീവിതം. അപ്പോൾ ആരെയാണ് ഇനി ഫാമിലി കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലി നോക്കേണ്ടത്? ഇത് എവിടെയും ഒരു എത്തും പിടിയൊന്നും കിട്ടുന്നില്ലല്ലോ. അവർ ആലോചിക്കുമ്പോൾ നമ്മളൊരു ഒരു മിനിറ്റ് ഇരുന്ന് വീട്ടിലൊരു മിനിറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് എന്തോരം ചിന്തകൾ നമുക്ക് വരും. ഓരോ വീട്ടിലെ ആൾക്കാരെ, ഓരോ തലങ്ങളും നമ്മൾ ആലോചിക്കും. ശരിക്കും നാളത്തെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് ആലോചിച്ച് ഇത്രയും കാലം 10 വർഷം എന്താണ് അവരെ പിടിച്ചു നിർത്തിയ ശക്തി എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റെമ്യൂണറേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പം 10 വർഷമൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊരു വലിയ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ആദ്യത്തെ പടത്തിൽ എനിക്ക് 1200 രൂപയാണ് കിട്ടിയത്, സാലറി കിട്ടി. നമ്മൾ എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു ആദ്യത്തെ. കാരണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഒരു ആവശ്യമില്ലാത്ത ആളുകളാണ് സിനിമ. നമ്മുടെ ആവശ്യമാണ് അവിടെ പോയി, നമ്മുടെ ആവശ്യമാണ്. സിനിമയിലും എല്ലാവരുടെ കാര്യവും അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യം ഇന്ന് ജോബ് ത്രെട്ട് ഉള്ള ഒരു കാലമാണ്. അപ്പൊ നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ ആവശ്യമാണ്. ഒരിക്കൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആവശ്യമാണ്, അല്ലാതെ സിനിമയ്ക്ക് ഇപ്പം ഞാനില്ലെങ്കിലും സിനിമ ഉണ്ടാവും, സിനിമ പോയിക്കോളും. അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണ പോലെയാണ്. ഞാൻ ശരിക്കും നമ്മളുടെ ലൊക്കേഷനിലേക്ക് ചെല്ലണത് ഇത് ഉറപ്പായിട്ടൊന്നുമല്ല. സാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടുത്ത പടം നോക്കാമെന്ന്. പിന്നെ ഞാൻ വിളിച്ചില്ല. അടുത്ത പടത്തിൻ്റെ ലൊക്കേഷൻ ഷൂട്ട് തുടങ്ങി അന്ന് ബാഗ് എടുത്ത് ചെല്ലുക, സാറ് ഞാൻ എത്തിയെന്നുണ്ട്. അപ്പോൾ നീ എന്ത് വിളിക്കാതെ വന്ന്, അന്ന് ഫോണും മൊബൈലുകളൊന്നും ഇല്ല. അപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു. അത് കാരണമാണ് അന്ന് അവിടെ ഷൂട്ടിന് നിൽക്കാൻ പറ്റിയത്. അപ്പോൾ ഓരോ പടം കഴിയും തോറും നമ്മളെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് നമുക്കും അവർക്കും ഒരു തോന്നലുകൾ ഉണ്ടാവുന്നു. അതിനനുസരിച്ച് അപ്പോഴും ഡിമാൻഡിങ് ഒന്നുമില്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്. ഇത്ര രൂപ കിട്ടിയാലോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെയാണ് എല്ലാവരെയും കാട്ടും കൂടുതൽ ആവശ്യം. അപ്പോൾ പക്ഷെ ഒരു വീട്ടിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയും വേണമല്ലോ. പക്ഷെ അന്ന് 1200 രൂപയ്ക്ക് വാല്യൂ ഇന്നും സെയിം വാല്യൂ തന്നെയാണ് എല്ലാ കാലത്തും. പക്ഷെ അന്ന് അത് അത്യാവശ്യം നല്ല എമൗണ്ടാണ്. എന്നെ സംബന്ധിച്ച് +2 കഴിഞ്ഞ് ഒരു 1000 രൂപ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നല്ലൊരു പോക്കറ്റ് മണിയാണ് അത്.